ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഞാനിവിടെ 1 കിലോ കൂന്തൽ കൊണ്ടാണ് കേട്ടോ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. കൂന്തൽ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കൂന്തൽ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കണവാന്നും പറയപ്പെടും. ഇനി നമുക്ക് ഈ കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഈ കൂന്തൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ കൂന്തൽ ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേഷന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കൂന്തൽ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിൽ നിന്നും പകുതി കൂന്തൽ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂന്തൽ ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ കൂന്തളിൽ നിന്നും താനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ കൂന്തൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇത് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ, ഒരുപാട് വെന്ത് പോയാൽ ഒരു റബ്ബർ പോലെയാവും. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം വറ്റി വന്നതിന് ശേഷം ഇത് തുറന്നിട്ട് വേവിച്ചാൽ ഇതിങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ മസാലയിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കൂന്തൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കൂന്തൽ മുഴുവനും ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് മറ്റൊരടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചെറിയ 2 പീസ് കറുവപ്പട്ടയും ഒരു 3-4 ഏലക്കയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഇഞ്ചിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളി, അതായത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷവും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പുറംഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങൂലേ, ഒരു ലൈറ്റായിട്ടുള്ളൊരു വൈറ്റ് കളറിലേക്ക്, ആ ഒരു സമയം വരെ മാത്രം വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ കുഞ്ഞുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന സവാള ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ സവാളയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ, കാരണം നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. സവാളയുടെ കളറൊക്കെ മാറിയിട്ട് സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകത്തിൻ്റെ പൊടി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയുടെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. 1 മിനിറ്റൊക്കെ വഴറ്റിയെടുക്കുമ്പോഴേക്കും ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഇപ്പോൾ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കട്ട് ചെയ്തെടുക്കുമ്പോൾ അധികം കനമില്ലാതെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തക്കാളി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചേർത്താൽ നമുക്ക് മസാലപ്പൊടികൾ നല്ലപോലെ റോസ്റ്റായി കിട്ടൂല. അപ്പോൾ നിങ്ങൾ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ഈ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഇതിലെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച കൂന്തൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂന്തളിൽ മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് 2 മിനിറ്റ് നേരം അടച്ച് വെക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൽ ഗ്രേവിയൊക്കെ പാകത്തിന് വറ്റി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുമുണ്ട്. കൂന്തളും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ഫ്രൈഡ് റൈസ് എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.